രോഗം ഒരു ശാപമായിക്കൊണ്ട് നമ്മൾ വിലയിരുത്തുകയോ കണക്കാക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. രോഗം ഒരു പരീക്ഷണമാണ്. രോഗമുണ്ടാകുമ്പോൾ മനുഷ്യർ വളരെ പ്രയാസപ്പെടുകയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒരു സത്യമാണ്. പക്ഷെ അതിനെല്ലാം, ആ പ്രയാസത്തിനും ബുദ്ധിമുട്ടിനും എല്ലാം അല്ലാഹു തആല പരലോകത്ത് പ്രതിഫലം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. മാ യുസീബു മിൻ മുസ്ലിമിൻ മിൻ നസ്ബിൻ മാ യുസീബുൽ മുസ്ലിമ മിൻ നസ്ബിൻ വലാ വസബിൻ. മുസ്ലിമായ ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു ക്ഷീണം ബാധിച്ചാൽ, അല്ലെങ്കിൽ വലാ വസബിൻ, അല്ലെങ്കിൽ ഒരു രോഗം ബാധിച്ചു, ഏത് രോഗമാണെങ്കിലും, വലാ ഹമ്മിൻ, അല്ലെങ്കിൽ ഒരു വിഷമമാണ് അയാൾ അഭിമുഖീകരിച്ചത്, വലാ ഹുസ്നിൻ, അല്ലെങ്കിൽ അയാൾക്ക് എന്തോ ഒരു ടെൻഷൻ ഉണ്ടായി, വലാ അദൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഉപദ്രവം അയാളെ ബാധിച്ചു, വലാ വമ്മിൻ, ഇനി അങ്ങനെയൊന്നല്ല, എന്തോ ക്ലേശമാണ് അയാൾക്ക് അനുഭവപ്പെട്ടത്. എത്രത്തോളം എന്നറിയുമോ? റസൂൽ പറയുന്നുണ്ട്, ഹത്ത ശൗകത യുശാഖഹ, അവന്റെ കയ്യിലോ കാലിലോ ശരീരത്തിന്റെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒരു ചെറിയ മുള്ളു തറിച്ചാൽ വരെ ഇല്ലാ കഫറല്ലാഹു ബിഹാ ഖതായ, അത് കാരണമായിക്കൊണ്ട് അല്ലാഹു തആല അവന്റെ തെറ്റ് പുറത്തു കൊടുക്കുമെന്നാണ്. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശക്തിയായി പനിക്കുന്ന സമയത്താണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റസൂലിനെ കാണാൻ ചെല്ലുന്നത്. റസൂലിനെ തൊട്ടു നോക്കിയിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബിയെ, അങ്ങേക്ക് വല്ലാതെ പനിക്കുന്നുണ്ടല്ലോ. റസൂൽ പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് രണ്ടാൾക്ക് പനിക്കുന്ന അത്രയും ശക്തിയിൽ എനിക്ക് പനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നബിയെ, ഞങ്ങളിൽ രണ്ടുപേർക്ക് ലഭിക്കുന്ന അത്ര പ്രതിഫലം അങ്ങേക്ക് ലഭിക്കുമോ എന്ന് ചോദിച്ചപ്പോ റസൂല് പറഞ്ഞു, അജൽ, അതേ, കിട്ടും. അത്രയും ശക്തിയിലുള്ള പനിയെയാണ് ഞാൻ അഭിമുഖീകരിക്കുന്നത്, എനിക്ക് ബാധിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യവും കൂടി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തു. ഒരു വിശ്വാസിക്ക് എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ അനുഭവിച്ച്, ഒരു രോഗം ബാധിച്ച്, എന്നാൽ ഈ മരത്തിൽ നിന്ന് ഇല കൊഴിഞ്ഞു പോകുന്നത് പോലെ അത് കാരണമായിട്ട് അവന്റെ തെറ്റങ്ങ് പുറത്തു പോകുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്.